മണിക്കൂറുകളോളം ഓടുന്ന കാറിന്റെ ബോണറ്റിനുള്ളിൽ കുടുങ്ങി യാത്ര ചെയ്ത പൂച്ചയ്ക്ക് പുതുജീവൻ. യാത്രയ്ക്കിടെ അസ്വാഭാവിക ശബ്ദം കേട്ട് വാഹനം നിർത്തി പരിശോധിച്ചപ്പോഴാണ് യാത്രക്കാർ പൂച്ചയെ കണ്ടത്. ഒരു പോറലുമേൽക്കാതെ പൂച്ച ബോണറ്റിനുള്ളിൽ മണിക്കൂറുകളോളം സുരക്ഷിതമായി ഇരുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് നിലമ്പൂരിലേക്ക് യാത്ര ചെയ്ത കാറിന്റെ ബോണറ്റിന്റെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്ത പൂച്ചയെ ജീവനോടെ രക്ഷിച്ച യുവാക്കൾ. ഒറ്റപ്പാലം സ്വദേശികളായ അഭിറാം, ആഷിഖ് എന്നീ യുവാക്കളാണ് കാറിൽ നിന്ന് അസ്വാഭാവിക ശബ്ദം കേട്ട് പരിശോധന നടത്തിയപ്പോൾ പൂച്ചയെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയത്. യാത്രക്കിടെ കാറിൽ നിന്ന് അസ്വാഭാവിക ശബ്ദം കേട്ട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പൂച്ചയെ ബോണറ്റിനുള്ളിൽ കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും അഗ്നിരക്ഷാ സംഘമെത്തി പൂച്ചയെ സുരക്ഷിതമായി പുറത്തെടുക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് ഒറ്റപ്പാലത്ത് നിന്ന് നിലമ്പൂരിലേക്ക് പോകുകയായിരുന്നു യുവാക്കൾ. ഇതിനിടയിൽ DCC ജനറൽ സെക്രട്ടറി EP രാജീവിനെ കൂടെ കൂട്ടുന്നതിന് പെരിന്തൽമണ്ണയിൽ വാഹനം നിർത്തിയപ്പോഴാണ് കാറിൽ നിന്ന് അസ്വാഭാവിക ശബ്ദം കേട്ടത്. എഞ്ചിൻ തകരാറാണെന്ന് കരുതിയെങ്കിലും പൂച്ചയുടെ കരച്ചിലാണെന്ന് മനസ്സിലായതോടെ ബോണറ്റ് തുറന്ന് പരിശോധിച്ചപ്പോൾ പൂച്ചയെ ബോണറ്റിനുള്ളിൽ കണ്ടെത്തി. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സംഘമെത്തി എഞ്ചിന്റെ ഭാഗങ്ങൾക്കിടയിൽ ഞെരുങ്ങിക്കിടന്നിരുന്ന പൂച്ചയെ ശ്രദ്ധയോടെ പുറത്തെടുത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. യാത്രയിലുടനീളം ഒരു അപകടവും കൂടാതെ പൂച്ചയ്ക്ക് ജീവൻ തിരികെ നൽകിയതിന്റെ ആശ്വാസത്തിലാണ് കാർ യാത്രക്കാരും. എങ്ങനെയാണ് പൂച്ച ബോണറ്റിനുള്ളിൽ കടന്നതെന്ന് വ്യക്തമല്ല. പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ നാസർ, സീനിയർ SFRO S അനി എന്നിവരാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത്. ഈ ചാനൽ ന്യൂസ്, പെരിന്തൽമണ്ണ. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.